തീരദേശ ടൂറിസത്തിലേക്ക് ഒരു ചുവടുവയ്പ് എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി തീരദേശ വികസന സമിതി അയനിക്കാട് നേതൃത്വം കൊടുത്ത തീരദേശ പഠന ഉല്ലാസയാത്രയെക്കുറിച്ചാണ് ഈ ചിത്രീകരണം. 2023 ഡിസംബർ 5 അയനിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച കണ്ണൂർ ജില്ലയിലേക്കുള്ള ഏകദിന പഠനയാത്രയുടെ വിശേഷങ്ങളിലേക്കും കൗതുക കാഴ്ചകളിലേക്കും ഒപ്പം ടൂറിസ സാധ്യതാ ദൃശ്യങ്ങളിലേക്കുമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ ക്ഷണിക്കട്ടെ സ്നേഹപൂർവ്വം. പയ്യോളി നഗരസഭയുടെ അതിവിശാലവും വിസ്തൃതവുമായ താരമണലും തീരപ്രദേശവും ഉൾക്കൊള്ളുന്ന വേണ്ടത്ര വികസിതമല്ലാത്ത മേഖലയിൽ കഴിഞ്ഞ വ്യാഴവട്ടക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയേതര സാമൂഹ്യ സമവാക്യമാണ് സംയുക്ത തീരദേശ വികസന സമിതി. തികച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടുവാനാണ് തീരദേശ വികസന സമിതി ഇക്കാലമത്രയും പ്രവർത്തിച്ചത്. തീരദേശ മേഖലയിലെ തൊഴിലന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ആഗോളതലത്തിൽ തന്നെ സമ്പദ്ഘടനയ്ക്ക് കരുത്തേകുന്ന ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അതുവഴി ടൂറിസം എന്ന ധനാഗമ മാർഗത്തെ നമ്മുടെ പ്രദേശത്ത് എത്തിക്കുവാനുമുള്ള ഉൾക്കാഴ്ചയാണ് തീരദേശ വികസന സമിതിയുടെ സമീപനം. ഇത്തരം ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ് സമിതി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുവയ്പ്പും. തീരദേശത്തുള്ളവർക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി എന്ന മഹത്തായ ലക്ഷ്യത്തെ സാധൂകരിക്കാനുള്ള പരിശ്രമം തന്നെയാണ് തീരദേശ ടൂറിസം എന്ന പ്രോജക്റ്റുകൾ. കോട്ടക്കടപ്പുറം അഴിമുഖം മുതൽ കല്ലകത്ത് ബീച്ച് വരെയുള്ള പ്രശാന്ത സുന്ദരമായ പ്രകൃതി രമണീയമായ കടലോരം തീരദേശ ടൂറിസത്തിന് എന്നും ഏറെ സാധ്യതയുള്ളതാണെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 17ഓളം വിവിധ വികസന പ്രോജക്റ്റുകൾ തീരദേശ വികസന സമിതി തയ്യാറാക്കി സർക്കാരിനും ഇതര ഏജൻസികൾക്കും സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതിക്കോ സ്വൈരജീവിതത്തിനോ യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ തന്നെയാണ് പ്രോജക്റ്റുകൾ അധികൃതർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. വികസന പ്രോജക്റ്റുകളുടെ വിജയസാധ്യത തിരിച്ചറിയാനും പഠിക്കാനും സമീപ ജില്ലകളിൽ ഇത്തരം പ്രോജക്റ്റുകൾ വിജയിപ്പിച്ചെടുത്ത സംരംഭങ്ങൾ നേരിൽ കാണാനും അവ ക്രിയാത്മകമായി പകർത്താനുമുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് സമിതി ഇങ്ങനെയൊരു ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. തീരദേശ വികസന സമിതിയിലെ ഊർജ്ജസ്വലരായ പ്രവർത്തകരും സംരംഭകരും ആശയസമ്പുഷ്ടരായ വ്യക്തികളും ജിജ്ഞാസുക്കളും വീട്ടമ്മമാരും തുടങ്ങി എല്ലാം ചേർന്ന വ്യക്തിത്വങ്ങളാണ് ഈ പഠനയാത്രയിൽ പങ്കാളികളായത്. യാത്രയുടെ മുന്നോടിയായി ഇക്കഴിഞ്ഞ ഡിസംബർ 4 അയനിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് വെച്ച് പയ്യോളി നഗരസഭാ ചെയർമാൻ ശ്രീ VK അബ്ദുറഹിമാൻ സാഹിബ് തീരദേശ വികസന സമിതിയുടെ ഉല്ലാസ പഠനയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത് തീർച്ചയായും ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്. ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ അനിഷേധ്യ നേതൃത്വമായ ചെയർമാൻ ശ്രീ പാലേരി രമേശൻ്റെ സാന്നിധ്യം ഫ്ലാഗ് ഓഫ് ചടങ്ങിന് ഏറെ ധന്യമാക്കി. വൈസ് ചെയർപേഴ്സൺ ശ്രീമതി പത്മശ്രീ പള്ളിവളപ്പിൽ, തീരദേശ ഡിവിഷനുകളിൽ ഉൾപ്പെട്ട കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, സ്ത്രീകൾ, കുട്ടികൾ, ബഹുജനങ്ങൾ എന്നിവർ ഒത്തുകൂടിയപ്പോൾ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ചേക്കേറിയ ഒരനുഭവമായി. ഒരു വേള ഒരു പ്രദേശത്തിൻ്റെ വികസന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരു ഗ്രാമം ആവേശപ്പെടുന്നത് പോലെ തോന്നിച്ച ഒരു സായാഹ്നം. ഡിസംബർ 5 പ്രഭാതം പഠനയാത്രാ സംഘത്തിന് കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാര നിമിഷങ്ങളായിരുന്നു. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പ്രഭാതത്തിൻ്റെ ഊർജവും ഉന്മേഷവും മനസ്സിനും ശരീരത്തിനും ആവാഹിച്ച യാത്രാസംഘം ഒന്നൊന്നായി വാഹനത്തിനടുത്തേക്ക് എത്തിച്ചേർന്നു. തികഞ്ഞ തയ്യാറെടുപ്പോടെ അയനിക്കാട് ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് നിന്ന് കൃത്യം 7 മണിക്ക് അയൽ ജില്ലയിലേക്കുള്ള പഠനയാത്ര പുറപ്പെട്ടു.
എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് യാത്രാ ക്യാപ്റ്റൻ ശശീന്ദ്രൻ ചുള്ളിയിൽ നടത്തിയ സ്വാഗത ഭാഷണവും യാത്രാ ഉദ്ദേശവും സംഘത്തിന് ഉണർവും ഉന്മേഷവും നൽകി. തുടർന്ന് തീരദേശ വികസന സമിതി ജനറൽ കൺവീനർ ശ്രീ KT രാജീവൻ, ചെയർമാൻ സർവശ്രീ KT കേളപ്പൻ, മോഡറേറ്റർ VP നാണുമാസ്റ്റർ, മുതിർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കബീർ ഉസ്താദ്, പരംജ്യോതി, വൈസ് ക്യാപ്റ്റൻ പുഷ്പ ടീച്ചർ, അനിത VV, KV രത്നാകരൻ, കൊളാവിപ്പാലൻ രാജൻ തുടങ്ങി ബസ്സിലുള്ള എല്ലാവരും യാത്രയ്ക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് യാത്രയുടെ ഉല്ലാസത്തിൽ പങ്കാളികളായി. യാത്രക്കിടയിൽ പാട്ടും പറച്ചിലും ലക്ഷ്യസ്ഥാനങ്ങൾ വരെ തുടർന്നു. പറയാനും പാടാനും മടിച്ചു നിന്നവരെ പോലും ജനറൽ കൺവീനർ KT രാജീവൻ സ്നേഹപൂർവ്വം ക്ഷണിച്ച് എല്ലാവരെയും യാത്രാ നിമിഷത്തിൽ ആഹ്ലാദഭരിതരാക്കി. ഏറ്റവും ഇളയ മെമ്പറായ മാധവ് രാജീവൻ മുതൽ പാടാൻ കഴിയുന്ന എല്ലാവരും അവരുടെ സർഗാത്മകമായ കഴിവുകൾ യാത്രക്കിടയിൽ മറ്റുള്ളവരുമായി പങ്കുവച്ചത് ഒരു പഠന ഉല്ലാസയാത്രയുടെ മറക്കാനാവാത്ത ഒരനുഭവമായി. സന്ദർശിക്കാൻ ആദ്യം ഉദ്ദേശിച്ച സ്ഥലം മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് ആയിരുന്നെങ്കിലും ദേശീയപാത നിർമ്മാണ സാങ്കേതിക തടസ്സം അതിനനുവദിച്ചില്ല. തുടർന്ന് പയ്യാമ്പലം ബീച്ച് സന്ദർശനത്തോടെ ആദ്യഘട്ടത്തിന് തുടക്കമിട്ടു. മൺമറഞ്ഞ മഹത്തുക്കളായ വ്യക്തിത്വങ്ങളുടെ ശവകുടീരവും പരിസരവും കണ്ട് നടന്നു നീങ്ങിയ യാത്രാസംഘം പയ്യാമ്പലത്ത് പ്രദർശിപ്പിച്ച ചില ബോർഡുകൾ ശ്രദ്ധിച്ചു. 5 മണിക്കൂർ സമയം കൊണ്ട് നീന്തൽ പരിശീലനം തീർച്ചയായും അനുകരിക്കാവുന്ന, എളുപ്പം നമുക്ക് സാധ്യമാവുന്ന പ്രോജക്റ്റുകളിലൊന്നായി പലരും അഭിപ്രായപ്പെട്ടു. യാത്രക്കിടയിൽ PTV രാജീവൻ്റെ സുഹൃത്തും അധ്യാപകനുമായ സുജിത്ത് തറോലിനെ ഒരു യാത്രാ ഗൈഡായി കിട്ടിയത് നല്ല ഒരനുഭവമായി. ഏഴിലം കോട്ടക്കൽ ബീച്ചിലേക്ക് ഞങ്ങളെ നയിച്ചത് സുജിത്ത് മാസ്റ്ററായിരുന്നു. തികച്ചും ഗ്രാമീണമായ ഭൂപ്രദേശത്തിലൂടെയുള്ള യാത്ര എല്ലാവരെയും ആനന്ദിപ്പിച്ചു.
ഏഴിലം കോട്ടക്കൽ ബീച്ചിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പുഴമത്സ്യത്തിൻ്റെ ലഭ്യതയും വിപണനവും ഞങ്ങൾ നിരീക്ഷിച്ചു. ആവശ്യപ്പെട്ട ഏതിനം മത്സ്യവും അപ്പോൾ തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ തയ്യാറാക്കിയ കൊച്ചു കൊച്ചു ഹോട്ടലുകൾ, നിഷ്കളങ്കരായി നാടിൻ്റെ സവിശേഷതകൾ പറഞ്ഞു തന്ന സഹോദരിമാർ, അമ്മമാർ, പുഴയിലൂടെ കെട്ടിയുണ്ടാക്കിയ തെങ്ങിൻ കുറ്റികൾ കൊണ്ട് തീർത്ത മരപ്പാലം, ഇതെല്ലാം എല്ലാവർക്കും കൗതുകമായി. മരപ്പാലത്തിലൂടെ കുറേയധികം നടന്ന് ഞങ്ങൾ പുഴയുടെ മറുകരയെത്തി. ഏഴിലം കോട്ടക്കൽ ബീച്ച് മാനേജർ ചില വിശേഷങ്ങൾ പ്രസ്തുത ടൂറിസ്റ്റ് കേന്ദ്രത്തെപ്പറ്റി ഞങ്ങളോട് വിശദീകരിച്ചു. തുടർന്ന് ഞങ്ങൾ തൊട്ടടുത്ത വയലപ്ര പാർക്ക് സന്ദർശിച്ചു. സവിസ്തരം ഉച്ചഭക്ഷണവും വിശ്രമവും വയലപ്ര പാർക്കിൽ തന്നെയായിരുന്നു. പുഴയിലൂടെ കെട്ടിയുണ്ടാക്കിയ മരപ്പാലം വയലപ്ര പാർക്കിൻ്റെയും സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ബോട്ടിംഗ് യാത്രയും ഉല്ലാസഗാനങ്ങളും നൃത്തച്ചുവടുകളുമൊക്കെയായി വയലപ്ര സന്ദർശനവും യാത്രാസംഘത്തിൻ്റെ മനസ്സിൽ അടയാളപ്പെടുത്തി. യാത്ര തുടരുകയായിരുന്നു. പിന്നെ സന്ദർശിക്കാൻ കഴിഞ്ഞ സ്ഥലം ചൂടാട് ബീച്ചായിരുന്നു. കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ചൂടാടി ബീച്ചിലെ വഴിയോരങ്ങളും ഇരിപ്പിടങ്ങളും അങ്ങേയറ്റം മനോഹരമായ ദൃശ്യവിരുന്നൊരുക്കി. കൂട്ടത്തിൽ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാനും ചൂടാട് ബീച്ച് ഞങ്ങൾ കളമായി കണ്ടെത്തി. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകഴുന്നതത്രയും ഇവിടെയൊന്നു ചേർന്നലിഞ്ഞതോ. സ്വർഗം താണിറങ്ങി വന്നതോ. വ്യത്യസ്തമായ രീതികളിൽ രൂപകൽപ്പന ചെയ്ത ചിൽഡ്രൻസ് പാർക്ക് ജില്ലയിലെ മുഴുവൻ കുട്ടികളെയും അവിടേക്ക് ആകർഷിക്കുകയായിരുന്നു. കൊളാവിപ്പാലം പോലെയുള്ള ഒരു കടലോര തീരത്ത് എത്രയും പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാനും കുട്ടികൾക്ക് വിനോദിക്കാനും കഴിയുന്ന കേന്ദ്രം തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക്. യാത്രക്കിടയിൽ ചില സംരംഭകർ ചിൽഡ്രൻസ് പാർക്കിന് സ്ഥലം വരെ നൽകാൻ വാക്കാൽ തയ്യാറായി എന്നതും യാത്രയുടെ ഫലപ്രാപ്തിയിൽ ഒന്നായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പയ്യോളിയിൽ ഉണ്ടാവില്ല ഇതേപോലെ അല്ലേ? ഞങ്ങൾ പയ്യോളിയിൽ മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലം, അവിടെയാണ് ഈ പ്രോജക്റ്റുകളൊക്കെ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ അതിലൊരു പഠനാർത്ഥമാണ് ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ കാറ്റാടികൾ, ഇപ്പുറം പുഴ, ഇതെല്ലാം കൂടുമ്പോൾ ഈ ഇവിടെയിലെ ആൾക്കാർക്ക് കാണാനൊരു സുഖം. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. നല്ല ആൾക്കാർ നല്ലപോലെ ഞങ്ങൾ നടത്തിപ്പ് അതേപോലെ തന്നെയാണ്. ഇനിയും ഇതിലും കുറച്ച് ബെറ്ററായിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും പിന്നീട് മാട്ടൂരിലെ പെസ്റ്റ് സ്റ്റേഷനായിരുന്നു ഞങ്ങളുടെ സന്ദർശന സ്ഥലം. ടൂറിസം വികസനവുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും കണ്ണൂർ മാട്ടൂരിലെ പെസ്റ്റ് സ്റ്റേഷൻ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. വിവിധതരം പക്ഷികളും മൃഗങ്ങളും ഉരകങ്ങളും സ്വദേശത്തും വിദേശത്തുമുള്ളവ അവിടെ പ്രകൃതിക്ക് അനുകൂലമായ സ്വാഭാവികമായ ഇടങ്ങളിൽ വസിക്കുന്നു, അഥവാ അങ്ങനെ പ്രകൃതിയിൽ വസിക്കുന്നു. തികച്ചും വ്യക്തിപരമായ ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ ഒരു വ്യക്തി സ്വന്തം വീട്ടുമുറ്റത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പെറ്റ് സ്റ്റേഷൻ 12 വർഷം കൊണ്ട് വളരുകയായിരുന്നു. ഏതാണ്ട് 3 വർഷത്തിനപ്പുറം പെറ്റ് സ്റ്റേഷൻ സന്ദർശകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. എത്ര ശാസ്ത്രീയവും നൈസർഗികവുമായ രീതിയിലാണ് അതിൻ്റെ ഉപജ്ഞാതാവ് പെറ്റ് സ്റ്റേഷൻ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റേഷൻ്റെ മാനേജറാണ്, മാനേജർ ജാക്കിയാണ്. ഈ പെർഷേഷൻ്റെ കഥയെ പറ്റി നമ്മളോട് 2 വാക്ക്. തുടങ്ങിയത് കാണുന്ന വീടാണ്. അത് ആളെ വീടാണ്. അത് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്രൗഡ് വരുന്നതുകൊണ്ട് അത് താമസിക്കുന്നില്ല. ഇതിപ്പോൾ ഇവിടെ 12 വർഷമായി, ഏകദേശം 12 വർഷമായി ഇവിടെ ഈ ഒരു സെറ്റപ്പിൽ. ഇത്ര അധികം സെറ്റപ്പിലല്ല, ഈ ഒരു 3 വർഷമായിട്ട് ഇത്ര ഒരു കൂടുതൽ ആൾ വരുന്നതുകൊണ്ട് ഇത്ര ഒരു നല്ല ഭംഗിയാക്കിയത്. ഇതിന് തുടക്കം എങ്ങനെയായിരുന്നു? ആള് ഹോബിക്ക് തുടങ്ങിയാണ്. പ്രാവ് വളർത്തിയിട്ടാണ് ആള് സെയിൽ ചെയ്ത് വന്നത്. ആദ്യം കുറേ പ്രാവും കുറച്ച് പക്ഷികളുണ്ടായിട്ടുള്ളൂ. പിന്നെ അത് വലുതാക്കി ഒരു സെറ്റപ്പിലേക്ക് ആൾക്കാർ കൂടുതൽ വരുന്നതുകൊണ്ട് ഈ ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയാണ്. ഇപ്പോൾ ആൾക്കാർ കാണാനുള്ള സെറ്റപ്പിലേക്ക് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. അതിപ്പോൾ 3 വർഷത്തേക്കായിട്ട് ഇങ്ങനെ ഡെവലപ്പായി. ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ കൂടുതൽ ആൾ വരാൻ വേണ്ടി. സ്റ്റാഫ് കുറേ ഉണ്ട്. ഇപ്പോൾ 16 വർഷം.
സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഫുഡ് സ്റ്റേഷനും ചിൽഡ്രൻസ് പാർക്കും ബീച്ച് ബോഡിയുമെല്ലാം എങ്ങനെ ഒരു തീരദേശ മേഖലയെ ടൂറിസ്റ്റ് ഇടങ്ങളാക്കി ഉപയോഗപ്പെടുത്താമെന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളായിരുന്നു. ഒരു പ്രദേശത്തിൻ്റെ മുഖച്ഛായയെ മാറ്റിത്തീർക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമായ പഠനയാത്രാ സംഘം കൂടുതൽ ആർജവത്തോടെ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. യാത്രയുടെ ആലസ്യമോ അസ്വസ്ഥതയോ ആർക്കും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ഉന്മേഷരായി തന്നെ തിരികെയുള്ള യാത്ര ആനന്ദപ്രദമാക്കാൻ ഉത്സാഹിക്കുകയായിരുന്നു യാത്രാസംഘം. പാട്ടും ഡാൻസും പറച്ചിലുമെല്ലാമായി രാത്രി 8 മണി വരെ കുട്ടികളുടെ കുതൂഹലത്തോടെ തന്നെ അവർ കൊളാവിപ്പാലം ഗ്രാമത്തിലേക്ക്. കണ്ടതെല്ലാം വെറും സ്വപ്നങ്ങളും മോഹങ്ങളുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം പലരും തിരിച്ചറിഞ്ഞ പോലെ പല പ്രോജക്റ്റുകളും കൊളാവിപ്പാലത്തേക്ക് പറിച്ചു നടാനുള്ള സംരംഭകത്വത്തിന് തീരദേശ വികസന സമിതി അതിനേക്കാട് തയ്യാറെടുക്കുകയായിരുന്നു മടക്കയാത്രയിലുടനീളം. സമിതി ഇതിനകം മുന്നോട്ട് വെച്ചുള്ള 17 പ്രോജക്റ്റുകളിൽ പലതും വളരെ എളുപ്പത്തിൽ പ്രായോഗികമാക്കാൻ ഉതകുന്നത് തന്നെയാണ്. മിനി ഗോവയോട് ചേർന്ന ജൈവ ഉദ്യാനവും പെഡൽ ബോട്ട്, സ്പീഡ് ബോട്ട്, ഹൗസ് ബോട്ട് എന്നിവയും ചിൽഡ്രൻസ് പാർക്കും നീന്തൽ പരിശീലന കേന്ദ്രവുമെല്ലാം പലരുടെയും മനസ്സിൽ ജനിച്ചു കഴിഞ്ഞു. ഇനി സാങ്കേതികത്വത്തിൻ്റെ ചില ചെറിയ കടമ്പകൾ മാത്രം. അവ കടന്നു ചാടിയാൽ എത്രയും പെട്ടെന്ന് ചിലത് സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് തീരദേശ വികസന സമിതി ദീർഘദർശനം ചെയ്യുന്നു. വെള്ളിയാങ്കല്ല് ടൂറിസവും സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആൻഡ് കഫ്റ്റീരിയയും മത്സ്യകൃഷിയും ആമ വളർത്ത് കേന്ദ്ര നവീകരണവുമെല്ലാം ചിലർ പ്രായോഗികമാക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു യോഗങ്ങൾ തന്നെ വിളിച്ചുകൂട്ടി എന്നത് തീരദേശ വികസന സമിതിയുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണുന്നു എന്നതിൻ്റെ തെളിവാണ്. വടകര, പയ്യോടി നഗരസഭകളും കേരള സർക്കാരും മുൻകൈയെടുത്ത് ടൂറിസം ഭൂപടത്തിൽ കേരളക്കരയിലെ ഈ മനോഹര തീരം കൂടി അടയാളപ്പെടുത്തുവാൻ തീരദേശ വികസന സമിതിയുടെ ഈ ചെറിയ മഹത്തായ യാത്ര ഒരു നിമിത്തമായി തീരുകയാണെങ്കിൽ സമീപദേശങ്ങളിലെ തീരദേശ വികസന മാതൃകകൾ നമുക്ക് യോജിക്കുന്ന രീതിയിൽ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ പഠനയാത്ര തീരദേശ ടൂറിസത്തിലേക്ക് ഒരു ചുവടുവെപ്പാണ് എന്ന് ഹൃദയത്തിൽ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.